നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴത്തെ രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ ഇപ്പം വന്നിട്ടുള്ള ഒരു വലിയ ചലനം എന്ന് പറയുന്നത് ബി ജെ പിയിലേക്ക് ഒരു പുതിയ ഉണർവുള്ള ഒരു നേതാവ് എത്തി. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ശശി തരൂർ ആ സ്ഥാനത്തേക്ക് എത്തും എന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നു. കാരണം കോൺഗ്രസ് വിട്ടിട്ട് ശശി തരൂർ ബി ജെ പിയിൽ വരികയും ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രസിഡൻ്റായി മാറുമെന്നും അങ്ങനെ ബി ജെ പിക്ക് ഒരു വളരെ ഉയർച്ച ഉണ്ടാകും എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സോണി കല്ലറക്കലാണ്. സോണി, ഈ വിഷയം എങ്ങനെയാണ് കാണുന്നത്? ശശി തരൂർ വരാതിരുന്നു, ഒരു പകരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെ ഒരാളെ ഇറക്കി ബി ജെ പി കളം പിടിക്കുന്നതായിട്ടാണ് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത്. ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ അറിയാമല്ലോ, യു ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് പലരും ചിന്തിക്കുന്ന പല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു കാഴ്ചപ്പാടായിരുന്നു ശശി തരൂരിനെ പോലെയുള്ള പുതിയ തലമുറയെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വത്തെ ഇറക്കിക്കൊണ്ട് യു ഡി എഫ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതിന് വലിയ പ്രചാരം കിട്ടുകയും ചെയ്തിരുന്നു. യുവ സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് തരൂരിനെ ഒരു മൂലയ്ക്കിരുത്തുന്ന ഒരു സ്ഥിതിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ അതേ വഴിയല്ലേ ബി ജെ പി ഇപ്പം പിന്തുടർന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബി ജെ പി കാലാകാലങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് വർധന നമ്മൾക്ക് കാണാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ ശശി തരൂരിനെ പോലെ ഒരു ഹൈടെക് ആയ ഒരാളെ, രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ ഇറക്കി അവർ കളം പിടിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു തിരിച്ചടി തന്നെയാകുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. രാജീവ് ചന്ദ്രശേഖർ വരുന്നു. രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകുന്നു. പ്രസിഡന്റായി അന്ന് തൊട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വലിയ കമ്പനിയുടെ MD അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ ചലിപ്പിക്കുകയാണ്. അന്ന് തന്നെ അദ്ദേഹം വന്ന് ജോയിൻ ചെയ്ത ആ ദിവസം തന്നെ 36 ഡിസ്ട്രിക്റ്റിലുള്ള പ്രസിഡന്റന്മാരെ വിളിച്ച് അവരുമായിട്ട് വീഡിയോ കോൺഫറൻസ് നടത്തി അവർക്കെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഓരോ ജോലികൾ ഏൽപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് മിഷൻ 72 എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നു. അതായത് 72 തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 72 വാർഡുകളിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 72 വാർഡുകൾ ഇദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ 72 വാർഡുകൾ നിങ്ങൾ നേടിയെടുത്തു തരണം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അദ്ദേഹം അവർക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ. അതേപോലെ തന്നെ അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളാരും പാർട്ടി പിടിക്കാൻ നോക്കണ്ട, നിങ്ങൾ ഭരണം പിടിക്കാൻ അധ്വാനിക്കൂ എന്നാണ് പറയുന്നത്. കാരണം സ്ട്രിക്റ്റായിട്ടുള്ള ഒരു നേതൃത്വം അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവ് അവർക്കുണ്ട്. അദ്ദേഹത്തെ മുൻനിർത്തി അവർ ഇലക്ഷനെ നേരിടും. BJP-യെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു നേതാവ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പല ഉത്തരങ്ങൾ പറയേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇന്ന് ആ ഗ്രൂപ്പുകൾക്കെല്ലാം, മുരളിയുടെ ഗ്രൂപ്പായാലും അതേപോലെ എല്ലാ ഗ്രൂപ്പുകളും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഒരാളിലേക്ക് അധികാരം വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരായിരിക്കുന്നു. ഇനിയും ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ഒന്നിച്ചാൽ മാത്രമേ ഇനി ഇദ്ദേഹത്തെ ഇവിടെ ഒന്ന് തുരത്താൻ പറ്റൂ. ഇനി അങ്ങനെ ഉള്ള കളിയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് CPM-ന് നേതാവായി, BJP-ക്ക് ശക്തനായ നേതാവായി, കോൺഗ്രസിന് നേതാവ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ, K സുധാകരനാണോ, അല്ലെങ്കിൽ ശശി തരൂരാണോ, വേണുഗോപാലാണോ? ആരാണ് കോൺഗ്രസിനെ നയിക്കുന്നത്? ആരെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്? ഇനിയിപ്പോൾ LDF-ൽ നിന്നും ജോസ് കെ മാണിയെ UDF-ലേക്ക് കൊണ്ടുവരാം എന്ന് അങ്ങ് തീരുമാനിച്ചാൽ ആരാണ് ജോസ് കെ മാണിയോട് ഈ വിഷയം പോയി സംസാരിക്കുന്നത്? ആർക്കാണ് ആധികാരികമായി വരൂ, നിങ്ങൾക്ക് 10 സീറ്റ് ഞാൻ തരാം, അല്ലെ 15 സീറ്റ് ഞങ്ങൾ തരാം, ഇന്ന സീറ്റുകൾ നിങ്ങൾക്കുള്ളതാണ് എന്ന് ആധികാരികമായിട്ട് പറയാൻ ആർക്കാണ് ഇവിടെ കഴിയുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ കഴിയുമോ? VD സതീശന് പറയാൻ കഴിയുമോ? ഇവർക്കാർക്കും പറയാൻ കഴിയില്ല. നീയല്ലേ കൊണ്ടുവന്നത്, നിന്റെ അണികൾക്ക് നീ കൊടുത്തു എന്ന് പറഞ്ഞാൽ തീരും. ആരുടെയും വാക്കുകൾ വിശ്വസിച്ച് ഒരു പാർട്ടിക്കും LDF-ൽ നിന്ന് UDF-ലേക്ക് കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവിടെ ഒരു നേതാവില്ല. നമ്മൾ പറയാറുണ്ട്, വീണ ജോർജ് പറയുന്ന ഒരു വാക്കുണ്ട്, സാർ ഇതിന് ശക്തനായ ഒരു കപ്പിത്താനുണ്ട്, ഈ കപ്പൽ ഒരിക്കലും ആടി ഉലയില്ല എന്ന് പറയുന്നത് പോലെ ഇതാ ഈ കപ്പലിന് കപ്പിത്താനില്ല, ഈ കപ്പൽ ഏത് സമയത്ത് മാടി ഉലയും എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയേണ്ടി വരും. അതല്ലേ സത്യം? അതെ, ശശി തരൂരിനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഏതാനും നാൾക്ക് മുമ്പ് വലിയ പ്രചാരം ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അങ്ങനെ അനുമാനിക്കുകയും ചെയ്തു. കാരണം പുതുതലമുറയെ ആകർഷിക്കാൻ ഒരു ഹൈടെക് ആയിട്ടുള്ള ഒരു വ്യക്തി വരണമെന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വലിയൊരു വികാരമായിരുന്നു. കാരണം പുതിയ തലമുറയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ രാഷ്ട്രീയമൊന്നുമില്ല. കാരണം അവർക്ക് സ്വീകാര്യ ഒരാളെ നേതാവായി കൊണ്ടുകൊണ്ട് അതിന് പിന്നാലെ പോകുന്ന ഒരു പ്രവണതയാണ് പുതുതലമുറയെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഴയ കാലഘട്ടമൊക്കെ മാറി. അപ്പം തരൂരിനെ പോലെ ഒരാൾ വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടുമെന്ന് ചിന്തിച്ചവരാണ് ഏറെയും പേര്.
അത് മാതൃകയാക്കിക്കൊണ്ടാണ് BJP ഇപ്പം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് നമ്മൾ BJP പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ പല ഗ്രൂപ്പുകളായിരുന്നു. മുരളീധരൻ ഗ്രൂപ്പുകൾ, കൃഷ്ണദാസ് ഗ്രൂപ്പുകൾ, സുരേന്ദ്രൻ ഗ്രൂപ്പ്, അങ്ങനെ പല രീതിയിലുള്ള ഗ്രൂപ്പുകളാണ് ഇവിടെ കാണാൻ സാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഗ്രൂപ്പ് എല്ലാം അങ്ങ് അപ്രസക്തമായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശശി തരൂരിനെ പോലെ തന്നെ ഒരാൾ ഹൈടെക് ആയിട്ടുള്ള, കാരണം വളരെ നോളജുള്ള, ലോകം കണ്ടിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരും. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെതിരെ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വന്നപ്പോൾ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളം പിടിക്കാൻ സാധിച്ചത്. തരൂരല്ലായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിക്കുകയും ചെയ്തേനെ. അപ്പോൾ അത്രമാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം. ഇതും ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരെ ഇവിടെ കേരളത്തിലെ സംസ്ഥാന BJP പ്രസിഡന്റായിട്ട് അവരോധിച്ചിരിക്കുന്നത്. അദ്ദേഹം മോദിയുടെ ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു രീതിയിലുള്ള പ്രവർത്തനം BJPക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. BJPയിലെ അണികളിൽ വല്ലാത്ത ഒരു ആവേശമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് കൊണ്ടുണ്ടായിരിക്കുന്നത്. കാരണം ഇവരൊക്കെ ആകെ 55 വർഷമായിട്ട് BJP ഇവിടെ ഒന്ന് വേര് പിടിക്കാൻ നോക്കിയിട്ട് നടക്കാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ ഒരു പുതിയ നേതാവ് വന്നിരിക്കുന്നു. ഇതുവരെ അവർക്ക് ഇല്ലാഞ്ഞതും അത് തന്നെയായിരുന്നു. നമ്മളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ആരാണ് നിങ്ങൾക്ക് നേതാവ്, ആരാണ് നാളെ, ആരാണ് മുഖ്യമന്ത്രി, നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കൂ, ആളിനെ മുന്നോട്ട് വെക്കൂ എന്ന് നമ്മൾ BJP പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനില്ലായിരുന്നു. ഇന്ന് അവർക്കൊരു നേതാവുണ്ട്. അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുന്നു, ഞാൻ ഇവരെ അധികാരത്തിൽ എത്തിച്ചിട്ട് ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അധികാരമോഹി അല്ലാതെ കേരളത്തിൽ അങ്ങനെ അധികാരത്തിൽ ഇരിക്കണം ആഗ്രഹിക്കാത്ത ഒരാൾ തന്നെയാണ് BJPക്ക് വേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് തന്നെ പോകും. പക്ഷേ അവിടെ അധികാരം പിടിച്ചിട്ട് കൃത്യമായ ഒരു ആളിനെ വെക്കാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ നീക്കങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ടായിരിക്കും. എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇവർ ശ്രദ്ധിക്കുന്നില്ല, കേരളത്തിൻ്റെ ഈ 10-20 സീറ്റുകൾ അതൊക്കെ വേണ്ട എന്നുള്ള ധാരണയിൽ കേരളത്തിനെ വിട്ടുകളഞ്ഞു എന്നാണ് നമ്മൾ കരുതിയെങ്കിൽ അതൊക്കെ തെറ്റി. ആദ്യം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ആരും അറിയില്ല. അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്ന തിരുവനന്തപുരക്കാരെയാണ് നമ്മൾ കണ്ടത്. നന്നായിട്ട് മലയാളം സംസാരിക്കുന്നു. അദ്ദേഹത്തിന് മലയാളം സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കേരളത്തിൽ വേരുകളുള്ള ആളാണ്. BPL കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന് അനൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. അതിൻ്റെ അധിപനായിരുന്നു. അങ്ങനെ ധാരാളം മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവെല്ലാം തെളിയിച്ചിട്ട് എല്ലാം അദ്ദേഹം ഏറ്റെടുത്ത പണികളെല്ലാം വിജയിപ്പിച്ചിട്ട് വന്നതാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഈ കേരളം പോലെ ഒരു വെല്ലുവിളി നിറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഏറ്റെടുത്തിരുന്നത് മൊത്തം വെല്ലുവിളികളായിരുന്നു. ആ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയായിരുന്നു എൻ്റെ ദൗത്യം. അതെല്ലാം ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ ശക്തനായി എനിക്ക് ആ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലും വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു നേതാവിനെയാണ് ഇപ്പോൾ BJP കാണുന്നത്. കോൺഗ്രസ് എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അതിവിടെ BJP ചെയ്തിരിക്കുന്നു. ഇനിയും കോൺഗ്രസിന് ഈ 2026 ഇലക്ഷന് മുമ്പേ ഒരു നല്ല നേതാവിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളും കൊടുത്ത് സീറ്റുകൾ നിശ്ചയിക്കാനും ആരോടൊക്കെ സംസാരിക്കണമെന്ന് തീരുമാനിക്കാനും അത് അവസാന തീരുമാനമാക്കിയെടുത്ത് നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എങ്കിൽ, കോൺഗ്രസിന് ഇപ്പോഴുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അധികാരം കൊടുത്താൽ അത് വീണ്ടും ഗ്രൂപ്പ് വഴക്കിലേക്ക് അത് പോവുകയും ആ ആൾ ജയിക്കാതിരിക്കാനുള്ള പണികൾ ചെയ്യുകയും ചെയ്യും. രമേശ് ചെന്നിത്തല തോക്കുക എന്നുള്ളത് VD സതീഷിൻ്റെ ആവശ്യമാണ്. VD സതീശൻ തോക്കുക എന്നുള്ളത് രമേശ് ചെന്നിത്തലയുടെ ആവശ്യമാണ്. ഇങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഓരോരുത്തരും ഫൈറ്റ് ചെയ്ത് ഓരോരുത്തരെയും തോപ്പിച്ച് അന്യോന്യം തോറ്റ് തുന്നം പാടുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷനിലൂടെ കോൺഗ്രസ് നേരിട്ടാൽ അതോടുകൂടി കോൺഗ്രസിൽ ആൾക്കാർ ഒക്കെ ഇതേപോലെ ശക്തന്മാരായിട്ടുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയിലേക്ക് കടന്നു വരും. അവരെയൊക്കെ അദ്ദേഹം കൈയാട്ടി വിളിച്ചാൽ ഉടനെ തന്നെ കടന്നു വരും. ചോദിക്കാനും പറയാനും ആളായി. അതുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ അണികൾ ഇലക്ഷന് മുമ്പ് തന്നെ ആരെങ്കിലുമൊക്കെ ഈ പാർട്ടി വിട്ടു പോകാതെ സൂക്ഷിക്കുക എന്നുള്ള കർത്തവ്യം കൂടി ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയല്ലേ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ വിളിച്ചിട്ട്, കോൺഗ്രസിലെ ശക്തനായ ഒരു നേതാവിനെ രാജീവ് ചന്ദ്രശേഖർ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നൊരു സീറ്റ് ഞങ്ങൾ തരും, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം വിളിക്കുന്നതേക്ക് പോയില്ലേ. കാരണം അത് ചോദിക്കാനും പറയാനും ആളുണ്ട്. കാരണം കോൺഗ്രസിൽ അതില്ല. നാളെ ഒരു സീറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ ഏറ്റവും വലിയ കുഴപ്പം സന്ദീപ് വാര്യർക്കാണ്. സന്ദീപ് വാര്യരെ പോലെ കഴിവുള്ള ഒരു നേതാവ് BJPയിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സ്ഥാനം കൊടുത്ത് രാജീവ് ചന്ദ്രശേഖർ ഇരുത്തിയനെ. കേരളത്തിലെ ഒരു നല്ല നേതാവായിട്ട് തന്നെ അദ്ദേഹം തുടർന്നു പോകാമായിരുന്നു. അന്നേരം ഉണ്ടാകുന്ന ചെറിയ ഈർച്ചയും അല്ലെങ്കിൽ ചെറിയ പിണക്കങ്ങളും ഒക്കെ വെച്ചിട്ട് ഈ പാർട്ടി വിട്ടുപോയി. ഇപ്പോൾ പാർട്ടിയിൽ അവിടെ ആര് രക്ഷിക്കും എന്നാണ്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിലാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് BJP പലപ്പോഴും പറയാറുണ്ട്. ആ അത്ഭുതങ്ങളിലെ ഒന്നായിട്ട് ഇതിനെ കാണേണ്ടി വരും. അതുകൊണ്ട് BJP വരുന്ന ഇലക്ഷനിൽ 10, 20, 25, 30 സീറ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത് അവരുടെ കഴിവാണ്, അവരുടെ നേതൃത്വത്തിൻ്റെ
ബുദ്ധിയാണ്. ഈ ബുദ്ധിയും ശക്തിയും ഇല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ മഹത് പ്രസ്ഥാനം, വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് ഇന്ന് ആ ബുദ്ധിയും ശക്തിയും ഒക്കെ ഇല്ലാതെ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ എങ്ങോട്ടൊക്കെയോ പായുകയാണ്. 84 വയസ്സുള്ള ഒരാളാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടാണ് ഇതെല്ലാം കയറി ഇറങ്ങേണ്ടി വരുന്നത്. സ്വന്തം പേര് യുവാക്കളൊക്കെ ധാരാളം നോക്കി നിൽക്കുന്ന സമയത്താണ് 84 വയസ്സുകാരനെ ശശി തരൂർ വെക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ എതിർത്ത് വോട്ട് ചെയ്യുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാകാത്ത വിധത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ ഇവരെല്ലാം പെടാപ്പാട് വിടുകയാണ്. ഏതായാലും എന്താ ഇതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? സോണിക്ക് ഇതിന് ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ നമുക്ക് നിർത്താം. കോൺഗ്രസ് ശശി തരൂർ എന്താണോ അതാണ് BJP രാജീവ് ചന്ദ്രശേഖർ. ശശി തരൂരിനെ പോലെ ഒരാളെ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് BJP ചെയ്തത്. BJPയിലെ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അപ്രസക്തമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഗ്രൂപ്പിനവിടെ പ്രാധാന്യമില്ല. ഇനി അവരുടെ മെയിൻ ഉദ്ദേശം എത്രയും സീറ്റുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിലൊക്കെ മാക്സിമം സീറ്റുകൾ കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. അതിന് രാജീവ് ചന്ദ്രശേഖർക്ക് സാധിക്കുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ കുമ്മനം രാജശേഖരനൊക്കെ ഇവിടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം രാഷ്ട്രീയത്തിനൊക്കെ അതീതനായിരുന്നു. അതുപോലെ ഒരു മാറ്റം രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒഴുക്ക് പല പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ഉണ്ടാകും. യുവാക്കളുടെ അവരാഗ്രഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള, ശശി തരൂരിനെ പോലുള്ള ഒരാളുടെ വരവാണ് കേരളത്തിലേക്കുള്ളത്. അപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ശശി തരൂരിൻ്റെ പ്രസക്തി നഷ്ടമായിരിക്കുകയാണ്. ഇനി ശശി തരൂർ കേരളത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല. കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടൊന്നും കാര്യമില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി BJP നേരത്തെ തന്നെ കളം പിടിച്ചു. ഇനി തരൂർ വരിക എന്ന് പറയുന്നതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അതിലും ഒരു വലിയൊരു സ്വീകാര്യ ഒരു നേതാവിനെയാണ് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് രംഗത്തിറക്കേണ്ടത് കേരളത്തിൽ. എങ്കിൽ മാത്രമേ ഇനി കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ. അപ്പം ഇതുവരെ ശശി തരൂർ ഒരു മുറവിളി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാലം ഒക്കെ കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രസക്തിക്ക് പ്രാധാന്യമില്ലാതായി. ധാരാളം ചെറുപ്പക്കാരിനി BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതുവരെ കേരളത്തിൽ സംഭവിച്ച അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായിരുന്നു. ചില സീറ്റുകളിൽ BJPയുടെ വോട്ടുകൾ ചില സീറ്റുകളിൽ പല പാർട്ടിക്ക് മറിച്ചു കൊടുക്കുന്ന സ്ഥിതിയായിരുന്നു. അങ്ങനെ സീറ്റുകൾ നശിപ്പിച്ച കാലഘട്ടവും BJPക്കുണ്ട്. അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഫലമായിരുന്നു. കോൺഗ്രസിനും അത് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പല ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ. അതും വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിനെല്ലാം കോൺഗ്രസിന് ഇവിടെ ഇതിനെല്ലാം ഒന്നിപ്പിച്ച് ഗ്രൂപ്പുകളെല്ലാം ഒന്നിപ്പിച്ച് നിർത്താൻ പറ്റുന്നൊരു നേതാവാണ് വേണ്ടത്. പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്നൊരു നേതാവിനെയാണ് ഇനി കോൺഗ്രസ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വരേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ആളായിട്ട് കേരളത്തിൽ വന്നതോടെ ശശി തരൂരിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ശശി തരൂരിനെ കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശശി തരൂരിനെ ശരിയായിട്ടും BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം BJP പലതവണ ആഗ്രഹിച്ചതാണ്. BJP പലതവണ അപ്രോച്ച് ചെയ്തതാണ് ശശി തരൂരിനെ BJPയിലേക്ക് കൊണ്ടുവരാൻ. അദ്ദേഹത്തിന് കോൺഗ്രസിലുള്ള വിശ്വാസം കൊണ്ട് അവിടെ തന്നെ ഉണ്ടടന്നു. പക്ഷേ ഇപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലാണ് ശശി തരൂരുള്ളത്. ശശി തരൂരിനെ BJPയിലേക്ക് കൊണ്ടുവരികയും BJPയുടെ തലപ്പത്തിരുത്തുകയും ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ തീരുമാനം എടുത്തില്ല. അതുകൊണ്ട് BJPയുടെ നേതാവാകുന്നില്ല. ഇനി കോൺഗ്രസിൻ്റെ നേതാവാക്കിയാൽ അദ്ദേഹത്തെ അംഗീകരിക്കുമെന്നറിയില്ല. അദ്ദേഹത്തിന് ആരെങ്കിലും കേരളത്തിലേക്ക് ഒരു നേതാവാക്കി വിട്ടാൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കൃത്യമായി കൺട്രോളുള്ള ഒരാളല്ലെങ്കിൽ ഒരിക്കലും ഒരു ക്ലച്ച് പിടിക്കില്ല. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ വളർച്ചയുടെ ഒരു പടവ് അവർ വെച്ചിരിക്കുകയാണ്. ആ പടി ചവിട്ടി അവർ കയറി മുകളിലേക്ക് വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഏതായാലും മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.